നമസ്കാരം. എണ്ണക്കപ്പലിന് തീപിടിപ്പിച്ച് ഇറാന്റെ ഡ്രോണുകൾ. ഇറാനെ ചാമ്പലാക്കിയ യുഎസിന്റെ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ. ഇവിടെ ഇറാനിലെ ഇസ്ഫഹാനിലെ ആയുധ കേന്ദ്രത്തിൽ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തിൽ ഏകദേശം 2000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് വർഷിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. യുഎസും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയ ആക്രമണത്തിന്റെ വീഡിയോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമമായിട്ടുള്ള ട്രൂത്ത് വഴി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആക്രമണം നടന്നു എന്നത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 2.3 ദശലക്ഷം ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ഈ ഇസ്ഫഹാൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആക്രമണം നടന്നെങ്കിൽ യുഎസ് തകർക്കുന്ന ഇറാന്റെ 3ാം യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഈ പറയുന്ന ഇസ്ഫഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തകർത്തിട്ടുണ്ടോ? യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പില്ല എന്നുള്ളതാണ്. മാത്രമല്ല സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് ശക്തമായുള്ള സ്ഫോടന പരമ്പര ഉണ്ടായതായിട്ടും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 540ഓളം കിലോ ഭാരമുള്ള യുറേനിയം ശേഖരം ഇറാൻ ഈ ഇസ്ഫഹാനിലെ ഒരു ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കാം എന്നുള്ളതാണ് സമീപകാലത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പേരിൽ യുഎസ് നടത്തിയ ആക്രമണത്തിലും അതേപോലത്തുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പേരിൽ യുഎസ് നടത്തിയ ആക്രമണം നഗരത്തെ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നഗരങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറയപ്പെടുന്ന പേരിലുള്ള യുഎസിന്റെ ആക്രമണം സത്യത്തിൽ ലക്ഷ്യം കണ്ടോ എന്നുള്ളതിൽ ഇന്നുവരെയും തീരുമാനമായിട്ടില്ല. അപ്പൊ വെടിനിർത്തൽ കരാറിലെത്തിയില്ല എങ്കിൽ ഇറാനിൽ കരയാക്രമണം നടത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. നയതന്ത്രത്തിനായിരിക്കും യുഎസിന്റെ മുൻഗണന എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ അടക്കം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. യുഎസും ഇസ്രായേലും ഇറാനിൽ ആക്രമണം ശക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ടെഹ്റാനിലും ഒപ്പം തന്നെ ഇസ്ഫഹാനിലും ഒക്കെ മാത്രമല്ല തബ്രീസിലും കനത്ത വ്യോമാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദക്ഷിണ ലെബനനിൽ ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സേനാംഗം ഈ ഇന്നത്തെ ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിലെ കെമിക്കൽ പ്ലാന്റ് കേടുപാട് സംഭവിക്കുന്ന തരത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ഇവിടെ എന്താണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബങ്കർ ബസ്റ്റർ ബോംബുകൾ വീണ് കഴിഞ്ഞാൽ അത് കോൺക്രീറ്റോ പാറയോ ഒക്കെ തുരന്നകത്ത് കയറി പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾ എന്നാണ് ഈ ബങ്കർ ബസ്റ്ററിനെ കുറിച്ചുള്ള അഭിപ്രായം. ഭൂമിക്കടയിലെ ശത്രു കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്ന വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല 900 കിലോയാണ് ഇതിന്റെ ഭാരം എന്ന് പറയപ്പെടുന്നത്. അതായത് ഇറാനിൽ ഉപയോഗിച്ച ബോംബിന്റെ ശരാശരി ഭാരം എന്ന് പറയപ്പെടുന്നത് 900 കിലോയാണ്. അതിൽ കൂടുതൽ ഭാരമുള്ള ബോംബുകൾ ഉണ്ട്. എന്നാൽ 200 അടി ആഴത്തിൽ തുരക്കാൻ കഴിവുള്ള ഒരു വസ്തു കൂടിയാണ് ഈ ബങ്കർ ബോംബർ എന്ന് പറയപ്പെടുന്നത്. ദുബായിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ഏഷ്യൻ വംശജർ ഉൾപ്പെടെ 4 പേർക്ക് ഇപ്പോൾ അവിടെ തന്നെ പരിക്കേറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം പശ്ചിമേഷ്യൻ ഇറാൻ യുദ്ധം അവിടെ കടുക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് രാജ്യങ്ങൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എങ്കിലും യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പൊ ദുബായ് തുറമുഖത്ത് എണ്ണക്കപ്പലിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് അതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾ ആകെ മിസൈൽ ഡ്രോൺ ഭീഷണിയിലാണ് എന്നുള്ളതാണ്. 2026 മാർച്ച് മാസം 31-ാം തീയതി ചൊവ്വാഴ്ച ഗൾഫ് മേഖലയിലെ സുരക്ഷാ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. ദുബായിൽ ആക്രമിക്കപ്പെട്ട കുവൈറ്റിന്റെ എണ്ണക്കപ്പലായിട്ടുള്ള അൽ സൽമിക്ക് ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ അധികൃതർ വിലയിരുത്തിക്കൊണ്ടുവരികയാണ്. 200 കോടി ബാരൽ എണ്ണ സംഭരിക്കാൻ ശേഷിയുള്ള കൂറ്റൻ കപ്പലാണ് ഇത് എന്നാണ്, അതായത് അൽ സമ്മി എന്നാണ് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ അടക്കം വ്യക്തമാക്കുന്നത്. ഈ കപ്പലിൽ നിന്ന് എണ്ണ ചോർച്ചയുണ്ടായാൽ അത് പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ദുബായിലെ അൽ ബദ ഏരിയയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 4 പേർക്ക് നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം എണ്ണക്കപ്പലിൽ എണ്ണ ചോർച്ച റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ളതാണ് ദുബായ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഗൾഫ് രാജ്യങ്ങളിൽ മിസൈൽ വർഷം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഗൾഫ് മേഖലയിലൊക്കെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സൗദി അറേബ്യ 10 ബാലിസ്റ്റിക് മിസൈലുകളോ ഡ്രോണുകളെയോ ഒക്കെ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇവയുടെയൊക്കെ അവശിഷ്ടങ്ങൾ എന്ന് പറയപ്പെടുന്നത് ആ വീടുകൾക്ക് അല്ലെങ്കിൽ 6 വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണുണ്ടായിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളും
രാത്രിയിൽ തങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായിട്ടുള്ള അവകാശവാദങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല അവ പ്രതിരോധിച്ചതായി കൂടി അവർ പ്രഖ്യാപിക്കുകയാണ്. ഇനി ഇവിടെ നയതന്ത്ര പാതയിലൂടെ യുദ്ധം അവസാനിപ്പിക്കുവാനാണ് തങ്ങൾ താല്പര്യപ്പെടുന്നത് എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ US ലക്ഷ്യങ്ങളും ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുമ്പോഴും US സൈന്യം തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയാൽ ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ചിലപ്പോൾ അവർക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം മേഖലയിൽ ശക്തമാണ്. അപ്പോൾ അവിടെ ഗൾഫ് രാജ്യങ്ങളിലെ അധികൃതർ സംഘർഷം അവസാനിപ്പിക്കുവാൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും യുദ്ധം പ്രഖ്യാപിക്കുവാനുള്ള അല്ലെങ്കിൽ യുദ്ധം വ്യാപിപ്പിക്കുവാനുള്ള സൂചനകൾ ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി യമനിലെ ഹൂതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെങ്കടലിലടക്കം സംഘർഷ ഭീതി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാക്കുന്നു. അതേസമയം യമനിലെ ഹൂതികൾ യുദ്ധത്തിൽ സജീവമായതോടുകൂടി ചെങ്കടലിലെ ബാബ് അൽ മന്ദബ് എന്ന് പറയുന്ന കടലിടുക്ക് അടച്ചുപൂട്ടുവാൻ അവർ ആലോചിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആഗോള കപ്പൽ ഗതാഗതത്തെ സാരമായിട്ട് ബാധിക്കും. കൂടാതെ അമേരിക്കൻ സൈന്യം ഇറാനിൽ കരയുദ്ധം ആരംഭിക്കുവാൻ എടുക്കുന്ന നിമിഷം മുതൽ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മേഖലയിലെ സമാധാനം പുലർത്താൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ഇടപെടലുകൾ പുരോഗമിക്കുമ്പോഴും മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇറാനെ ചാമ്പലാക്കിയ US-ന്റെ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ എന്ന് പറയപ്പെടുന്നത് ഈ ഇറാന്റെ സാന്നിധ്യം ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇറാന്റെ ഡ്രോണുകൾ US-ന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ എണ്ണക്കപ്പലുകളെ തീപിടിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് യുദ്ധത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ